അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള വിശ്വാസികളുടെ സവിശേഷതയായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് കൃത്യമായ ശ്രദ്ധയും കണിശതയും പുലർത്തുന്നവരായിരിക്കും എന്നത്. പലപ്പോഴും പല കാരണങ്ങളാലും അള്ളാഹുവുമായിട്ടുള്ള ബാധ്യതകൾ നിർവഹിക്കപ്പെടുന്നിടത്ത് നല്ലൊരു ശതമാനം ആളുകൾ പരാജയപ്പെട്ടു പോകുന്നു എന്നത് വസ്തുതയാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളിൽപ്പെട്ടതാണ് ഭീരുവായി പേടിക്കുന്നവനായി പിന്മാറുക എന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധീര മനസ്സിൻ്റെ ഉടമയായി എല്ലായ്പ്പോഴും ഉണ്ടാകണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ കാണാം, വഅഊദു ബിക മിനൽ ജുബ്ൻ, അള്ളാഹുവേ ഭീരുവായി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ, ആരുടെ മുമ്പിലും പേടിക്കുക, സത്യം പറയാൻ പേടി തോന്നിപ്പോവുക എന്നത് ഒരു തരം പിശുക്കാണ്. ശരീരത്തെ ബാധിക്കുന്ന ഒരു തരം പിശുക്കായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ശരീരം അത് പ്രകടിപ്പിക്കും എന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാവുക എന്നതിൽ നിന്ന് ഉൾവലിയേണ്ടി വരുന്ന, പിറകോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിലൂടെ സംജാതമാകും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ധീരതയുടെ വിപരീതമായിട്ടുള്ള ഭീരുത്വം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നുകൂടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞു, വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളുടെ കാര്യത്തിൽ ധൃതി കാണിക്കുന്നവരായിരിക്കും, വേഗത കാണിക്കുന്നവരായിരിക്കും അവർ. ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ട ആയത്താണ്. ഷെയ്ഖ് നാസിറു സഅദി റഹിമഹുല്ലാ ഇതിന് കൊടുത്ത വിശദീകരണത്തിൽ കാണാം, യുബാദിറൂന ഇലൈഹ, നല്ല കാര്യങ്ങളിലേക്ക് വേണ്ടി അവർ വേഗത കാണിക്കും എന്നാണ്. ഫയൻതഹിസൂനൽ ഫുർസ ഫീഹ, അതിനുള്ള അവസരത്തിനെ അവർ കാത്തിരിക്കും എന്നാണ്. നന്മ ചെയ്യാനുള്ള അവസരത്തിനവർ കാത്തിരിക്കുന്നവരായി ജീവിതത്തിൽ മാറ്റപ്പെടും എന്നതാണ്. വയഫ്അലൂനഹ ഫി അവ്വലി വഖ്തിൻ ഇംകാനിഹ, വളരെ സാധിക്കുന്ന ഏറ്റവും ആദ്യ സമയത്ത് തന്നെ ആ നന്മയെ നിലനിർത്താൻ, പ്രവർത്തിക്കാൻ അവർ സന്നദ്ധരാകും എന്നതാണ്. വദാലിക മിൻ ശിദ്ദത്തി റഗ്ബതിഹിം ഫിൽ ഖൈർ, നന്മയുടെ കാര്യത്തിൽ അവർക്കുള്ള ഇഷ്ടത്തിൻ്റെ കാഠിന്യമാണ് അതറിയിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ അറിവ്, ഈ നന്മയിലൂടെ കിട്ടാൻ പോകുന്ന ഫവായിദുകൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്, പരലോകത്ത് കിട്ടാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇഹലോകത്ത് കിട്ടാനുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ള ധാരണ അവർക്കുണ്ട്. അതുപോലെ തന്നെ ആഖിറത്തിലേക്കാണ് മടങ്ങാനുള്ളത് എന്ന കൃത്യമായ വിശ്വാസവും അവരുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കേണ്ടതും നാം നമ്മെ തന്നെ വിലയിരുത്താൻ ഉതകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ്. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി സാമ്പത്തികപരമായിട്ടുള്ള പിശുക്കിനെ ഭയക്കുന്ന പോലെ തന്നെ ശാരീരികമായിട്ടുള്ള പിശുക്ക് നമ്മെ ബാധിക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.